ഗായ്സ്, അപ്പം ഇന്ന് എൻ്റെ ഒരു റാൻഡം ഡേ ആയിട്ടുള്ള ഒരു ദിവസത്തെ ഒരു ചെറിയ വ്ളോഗ്. ഇപ്പം ഇതേണ്ട ഇവിടെ അമ്മ തുണി വിട്ടുകയാണ് ഗൈസ്. അമ്മയ്ക്ക് നാളെ കൊടുക്കേണ്ട തുണിയായത്. ഇത് ആലിയ കട്ടോ? ഓക്കെ ഗൈസ്, ആലിയ കട്ടിൻ്റെ തുണി. ഇതിനൊന്നും ഉൾപ്പെടാത്തൊരു പാവ വ്യക്തി. പക്ഷെ ഇത് വിചാരിക്കുന്ന പോലെ ഒരു ഐറ്റം അല്ല. നമ്മള് വിചാരിക്കുന്നതിനെക്കാട്ടിലും പോവാ. പമ്മി ഇരുന്ന് കരിക്കൾ നീക്കുന്ന വ്യക്തികൾ. ഇത് ഞങ്ങളുടെ പ്രഭാത സഭയാണ്. സഭ, പ്രഭാത സഭ. 11:30 പാടും. ചേച്ചിക്ക് നല്ല കഴിവുള്ള പാടും. നമ്മള് ക്യാമറ ഓണാക്കുമ്പോ എപ്പോഴും ഡീസന്റ് ആണ്. അതുവരെ നമ്മള് പച്ചപ്പാടും. ആരെങ്കിലും കേട്ടില്ല പരിസരത്ത് ഓടിക്കളി. ഇവിടെ പണ്ട് ഇവരുടെ ഡൽഹി നിൽക്കുമ്പോൾ ബാത്റൂമിൽ ഇന്ന് പാട്ട് പാടും ഉറക്കെ. എന്തിനറിയോ? പണി കൂടെ പോകുന്നവര് കേട്ടിട്ട് സിനിമയിലെടുക്കാൻ എത്രയോ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടില്ല. പാട്ട് കേട്ടിട്ട് ബാത്റൂമിൽ പാടുന്ന ഇങ്ങനെ പറഞ്ഞു. ചേച്ചി നല്ല പാട്ടുകാരിയാണ്, നല്ല സിനിമയിൽ എടുത്താലോടോ. ശരിയാ, അത് കേട്ടിട്ടെങ്കിലും. ചേച്ചി പാടും. ചേച്ചി ഒരു പാട്ട് പാടിക്കേ. എന്താണ് കിളി പോയത് മാതിരി ഇങ്ങനെ ഇരിക്കുന്നത്? പാട്ടാലോചിക്കുക. പാട്ട് പാടുന്നു. കേൾക്കുന്നില്ല. ഈ ഗായിക ആരാന്നറിയോ? പണ്ട് ഒരു പുസ്തകം വായിച്ച്, പ്രേത പുസ്തകം വായിച്ച് ജ്വരം പിടിച്ച് അമ്മയുടെ ആ സ്റ്റോറി എന്ന് പറഞ്ഞാലോ. അമ്മ പ്രേത പുസ്തകം പഠിച്ച അമ്മയ്ക്ക് ജ്വരം പിടിച്ചു. അമ്മയ്ക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് പുസ്തകം വായന ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ? ഒരു എന്തോ പുസ്തകമേ വായിച്ചത്? അമ്മ ഏത് പുസ്തകം വെച്ചാൽ? ഏത് സുന്ദരി രാത്രികളോ? തുരങ്കത്തിലെ സുന്ദരി. തുരങ്കത്തിലെ സുന്ദരി എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ട് പേടിച്ച് ജ്വരം പിടിച്ച് ചാവാറായി ചത്ത്. പിന്നെ ജീവനോടെ തിരിച്ചു വന്നതാ. എനിക്ക് വായനശീലമുള്ളതാ. എനിക്ക് പകല് സമയമില്ല. രാത്രി 10 മണി 11 മണി കഴിയുമ്പോഴേ എന്റെ കൈ എഴുതത്തുള്ളൂ. ആ സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പം ഞാൻ ഈ പുസ്തകം എടുത്ത് വെച്ച് 2-3 പേജെങ്കിലും വായിക്കും. അത് എനിക്ക് സ്ഥിര പതില്ല, വായനശീല. ഇപ്പോഴും ഞാൻ ഞങ്ങളൊക്കെ പേപ്പർ വരച്ച് വായിക്കുന്നുണ്ട്. ശരത്ത് വന്നിടം പോലെ പേപ്പർ വരയ്ക്കുന്നുണ്ട്. ആ പേപ്പർ ഇപ്പോഴും പുസ്തകം തുരങ്കത്തിലെ സുന്ദരി ശരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ തുടർക്കഥ വായിക്കും. വിചാരിച്ച് ഈ പ്രേമം ഒന്നുമല്ല. എന്നിട്ട് അമ്മയ്ക്ക് അസുഖം വന്ന് ഒരു ജ്വരമായിട്ട് ചാവാറായിട്ട് വല്ലിച്ചും പോയി. ചാവിന് മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് ഇന്ന് ജീവനോടെ വന്നതാ. വളരെ എനിക്ക് സമയമില്ല, ജോലിയാ. അല്ല, അമ്മ ഷൈമാമിനൊക്കെ പറയുന്നേക്കാം അമ്മയ്ക്ക് ഇത്രോളൂ മുടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ജ്വരം വന്നിട്ടാണ് അത് മൊത്തം പോയല്ല. മുടി പോയതാ. പേടിച്ച് രാത്രി 11 മണി 10 മണി 10:30 ആകുമ്പോഴേ എനിക്ക് സമയം കിട്ടത്തുള്ളൂ ഉറങ്ങാൻ കിടക്കുമ്പോ. അന്നേരം ഞാൻ ഇത് വെച്ച് വായിച്ച് 2-3 പേജ് ഒക്കെ വായിച്ചാ പിന്നെ ഞാൻ ഉറങ്ങത്തുള്ളൂ. അന്നേരം എനിക്ക് സമയം കിട്ടത്തുള്ളൂ. അങ്ങനെ വായിച്ച് ഞാൻ ഒരുപാട് ഈ വലിയ പുസ്തകമൊക്കെ. അങ്ങനെ ഒരു തുരങ്കത്തിലെ സുന്ദരി വായിച്ചു. പുസ്തകം വായിച്ച് മരിച്ച ഒരാള്, മരിച്ചു ജീവിച്ച ഒരാള്. ചോളപട്ടൂര
കണ്ടുപിടിച്ചിരുന്നല്ലേ? നമ്മൾ ഈസി സ്റ്റോർ ഇല്ലേ, ഈസി സ്റ്റോർ, അതിനിപ്പോ ഒരു കൊച്ചൊരു കടയില്ലേ, നിങ്ങൾ ഫോൺ അവിടെ കിട്ടും. പാനിപൂരി വേറെ സാധനം നമ്മൾ കഴിച്ച് ഒരു നമ്മളൊരു മറ്റേത് കഴിച്ചില്ലായിരുന്നു, കടല ഒക്കെ ഇട്ട് ഒരു സാധനം കൂടെ കഴിച്ചായിരുന്നു. ഒരു അപ്പമാണോ, അപ്പം പോലെ എന്തൊരു സാധനം. അതിനകത്തുണ്ടല്ലോ നമ്മുടെ പാനിപ്പൂരിക്കകത്ത് അത് ബേൽപൂരിയോ വേൽപ്പൂരിയോ വല്ലതായിരിക്കും. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചപ്പോ ചേച്ചി റിസർച്ചിങ് അല്ലേ ഫുള്ള്. ഹരിപ്പാട് ചോല പൊട്ടി കിട്ടും, കിട്ടും, എവിടെ കിട്ടും? അത് നമ്മുടെ രണ്ടാമത് കിട്ടും കറിയൊക്കെ. ഇവിടെ 210 ഞാനിത് സ്റ്റാൻഡിൽ എടുത്ത് വെക്കേണ്ട അവസ്ഥയാ ഗൈസ്. കടയില്. ഇവരുടെ കാര്യം പറിച്ചിൽ എന്തെങ്കിലും തീരുമെന്ന് തോന്നി. പിന്നെ പാവ് ഭാജി ഇല്ലേ, വടാപ്പാവ് ഇല്ലേ, പാവ്. തിന്നുന്ന കാര്യം പറഞ്ഞു തുടങ്ങിയ പിന്നെ അങ്ങ് പറന്ന് പോകുന്നല്ലേ. പിന്നെ ചേച്ചി വേണ്ട, നമ്മളെ കിങ്, ഫുഡിന്റെ കിങ്. അല്ല ഞാനാ പറഞ്ഞത്, പക്ഷെ ഈ രാജ്യത്ത് ഏതെല്ലാം ഫുഡ് കിട്ടുമോ അത് ഏത് രാജ്യത്തെ, യൂറോപ്പിലെ ഏത് രാജ്യത്തെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും എല്ലാം ചേച്ചിക്കറിയായിരിക്കും. ആ കടയുടെ പേരുൾപ്പെടെ ലൊക്കേഷൻ ഉൾപ്പെടെ അറിയാം. നമ്മളെല്ലാം വെച്ചു, നമ്മളെല്ലാം കണ്ട്, നമ്മള് ചേര നാട്ടിൽ പോലെ അങ്ങനെ നമ്മളിപ്പോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചേച്ചിയുടെ നമ്പര്. ആരെങ്കിലും ഇതെല്ലാം ഫോറിൽ പോകുമ്പോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ വന്നാൽ പോലും ഒരു കടയ്ക്ക് വേണ്ടി നിങ്ങൾ തെണ്ടേണ്ട കാര്യമില്ല. ഉടനെ ലൊക്കേഷൻ ഇവിടെ വിളിച്ചു ചോദിച്ചാൽ കറക്റ്റ് സ്പോട്ട് വരും. അറിയത്തില്ലേ, ഇവള് പറയാ ജയനയുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അണലിയെ അല്ല നടുത്തുണ്ടതിനാണോ ഇവള് പറഞ്ഞ അണലിയെ ഇവിടെ അതാണല്ലോ, ഇവക്ക് അതാ ഇഷ്ടം. എന്തോ തിന്നണമുണ്ട് അത്. നടുത്തുണ്ട് അതിന്റെ തന്നെ ഉദ്ദേശിച്ചത്. അതൊക്കെ മേലെയാ മണല്. കൂടിയ ഐറ്റം തിന്നണം. ചേര തിന്നും നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടെന്ന് തിന്നണം. അതെ, നടുത്തുണ്ടെന്നല്ലേ ഇവള് പറഞ്ഞ ജയനയുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അണലിയെ തിന്നണം. എന്തോ തിന്നണം. തിന്നാ പോലെ നിങ്ങളുണ്ടല്ലോ, ഒന്നെങ്കിൽ പെരുമ്പാമ്പിനെ വരെ തിന്നാ മതി. എന്ത് സാധനം? എന്താ ഉപ്പിലിട്ടത് ഡബിൾ ഓളിക്ക കിട്ടിയ കൊള്ളാം. കാന്താരി ഇന്ന് ഇതായി കാണല്ലേ, എന്തോ നല്ലവണ്ണായി വേണോ കൈ കാണിക്കും. ഒക്കെ എല്ലാം എടുത്തു, താഴത്തില്ല. ഇനിയുണ്ടോ? പാറുന്ന് ഭയങ്കര ഇഷ്ടമായി, നമുക്ക് ഞാൻ ചോറുണ്ട് കൊടുക്കും. അവളെ കൊണ്ടുപോകാനൊക്കെ ഇരുന്നത്, പക്ഷെ മറന്നുപോയി. ഓ ആ എത്ര എടുപ്പില്ല. വെള്ളം വെള്ളം ഒഴിച്ചത് ആരാണ് ഞാൻ തന്നെ. ഞാൻ കഴിഞ്ഞ മാസം 8-ാം തീയതി ഡിസംബർ 8-ന് വെള്ളത്തിന് നല്ല ടേസ്റ്റ്. ഒരു ഗ്ലാസ്സിലധികം ഒഴിച്ചു തന്നിരുന്നെങ്കിൽ. ഗ്ലാസ് ഞാൻ ഒഴിച്ചുതരാൻ വേണം. ഈ സാധനം കൂടുതൽ തിന്നുന്ന നല്ലതല്ല. ഞാൻ തിന്നും. എന്താ ഇപ്പൊ ഒരുപാട് നല്ലതല്ല. ഇത് മറ്റേ ജ്യൂസ് അടിച്ചു. ഇത് മറ്റേ വൈൻ്റെ കുട്ടി. അതിന്റെ കളറ് ഡബ്ല്യൂടിക്ക് ഉപ്പിലിട്ടത്, ഉപ്പിലിട്ട വെള്ളം. കാര്യങ്ങൾ പറഞ്ഞു ഇതിനെ കടയിലൊക്കെ എത്രയോ മേടിക്കുന്ന പൈനാപ്പിൾ കഴിക്കണം ഇങ്ങനെ ഉപ്പിലിട്ട് അല്ലേ, വെള്ളം അടിക്കുന്നവരുണ്ട്. ഗൈസ് cheers. ഒറ്റ അടിക്കും കുടിച്ചോ. കുറച്ച് അമ്മയ്ക്ക് കൊടുക്കും, അമ്മയുടെ രേഷൻ കൊടുക്കാം.
ചേച്ചി കുടിക്കാം. എനിക്ക് വേണ്ട. എക്സ്പ്രഷൻ വരുന്നില്ല. നമ്മളപ്പുറത്ത് ചർച്ചയൊക്കെ കഴിഞ്ഞ് വന്നപ്പം അമ്മ അതേണ്ട നാരങ്ങ ഉണ്ടാക്കുന്നു. നാരങ്ങ വെള്ളം. ഓ ശരി. ശരിയായ അങ്ങനൊന്നും ശരിയാത്തില്ല. ഓക്കേ ഗൈസ്, വെള്ളം. ഓക്കെ, പഞ്ചസാര എടുത്തത് എന്താണെന്നറിയോ? വൈകിട്ട് നീ എന്നെ ആക്കാൻ പറ്റില്ല, അന്നേരം പേടിക്കാം. ആ ഉദ്ദേശത്തിലാണ് പഞ്ചസാര എടുത്തത്. അത് തീർന്നെന്നുള്ളത് എനിക്കറിയാം. ഒരുപാട് നോക്കിക്കാൻ മോനെ, നോക്കിക്കാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം. പുളി ഉപ്പ് വേണ്ട, വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കണം. എന്നാലും ഇച്ചിരി ഉപ്പോടെ വേണ്ടേ? മധുരം വേണ്ടി വരും. അറിയാം. അവിടെ എനിക്ക് പൊതിഞ്ഞോണേം പറഞ്ഞപ്പോ ക്ഷീണിച്ച് കാണുമെന്നറിയാം. അത് കാരണം ഇച്ചിരി പെടുത്തന്നെ വെക്കാം. കൊള്ളാം അച്ചാറ്. എന്താ വരുന്നു അപ്പൊ പിന്നെ ഹേ ഗായ്സ്, അപ്പം ഇന്ന് നമുക്ക് കുറച്ച് അമ്മയ്ക്ക് ചുരിദാറൊക്കെ തയ്ക്കാനുണ്ട്. സോ അപ്പോൾ ഇതാണ് നമുക്ക് തയ്ക്കാനുള്ളത്. ഇത് എന്ന് തയ്ച്ചു കൊടുക്കണ്ടേ അമ്മ? നാളെ തയ്ച്ചു കൊടുക്കണം ഗൈസ്. ഡബിൾ ഇതുണ്ടോ? ഇത് ഇപ്പം അമ്മ കുറച്ച് ദിവസമായി തയ്ച്ചിട്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഒരു ഷോർട്സ് ഇടണം. അപ്പം അതിന് വീഡിയോ എടുക്കാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെ ഇട്ടൊക്കെ ഉണ്ട്. മൊത്തം തിന്നാനല്ലേ പറഞ്ഞത്? പിന്നെ കഴിച്ചു. മധുരം ഉണ്ട്. ഇച്ചിരി ഉണ്ടോ? മധുരം ഉപ്പും പൊളി മുളകും പൊളിയും എല്ലാം അവിടെ. ഇപ്പോഴേ കൃഷി മണ്ണും കിട്ടും. തീർന്ന ആകെ ഒരു മുടി കൊടുത്തു. ഉച്ചയായി. ഇപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്ക് ഫുഡിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയായിരുന്നു. അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ പോകും. വേണ്ട ഗൈസ്, ഉള്ളിത്തണ്ടും എന്തായിരുന്നു ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്ത ഒരു തോരനാണോ മെഴുകുവരട്ടിയാണോ? തോരൻ. പിന്നെ മാങ്ങാച്ചാറ്, പിന്നെ പുഴ, പിന്നെ മുട്ട, പിന്നെ ചമ്മന്തി. ഗൈസ് കഴിക്കാം നമുക്ക്. കുറച്ച് ചമ്മന്തി, കുറച്ചുള്ളി, ഗൈസ്, പിന്നെ മുട്ട. ഈ ഉള്ളിത്തണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഉള്ളിത്തണ്ട്. കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, എനിക്കിനിയിപ്പോൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം ഗൈസ്. ഇന്ന് തന്നെ ലോങ് വ്ളോഗ് എഡിറ്റ് ചെയ്യണം. ഷോർട്സ് 5-6 എടുത്തിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്ത് വെക്കണം എനിക്ക്. ഹേ ഗൈസ്, അപ്പോൾ തന്നെ അമ്മ അത് ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. തയ്ച്ച് തീരാറായി ഗൈസ്. തീർന്നിട്ട് വേണം അമ്മയ്ക്ക്. അമ്മ കുറേ നാൾക്ക് ശേഷം ആഗ്രഹിച്ച് വാങ്ങിച്ച ലോക്ക് ചെയ്യണം ഇനി തുണി. കണ്ടു
ഇതാണ് ഗൈസ് ലോക്ക് മെഷീൻ. ഗൈസ് ഇതുണ്ടോ ഞങ്ങളുടെ ചെടികൾ. അമ്മേന് വെള്ളമൊക്കെ ഒഴിക്കാൻ പോകണം. ഞാൻ തന്നെ എപ്പോഴും ഇവിടെ നിന്നാണ് മെയിൻലി ഈ വീഡിയോസ് എടുക്കുന്നത് ഗൈസ്. ഈ ബോഗൻ വില്ല വൈറ്റ് ഭയങ്കര അടിപൊളിയാണ്. വൈറ്റും വേണ്ട ഓർണമെൻ്റുണ്ട്. ഇതേണ്ട ഗൈസ് ഈ കളറും അടിപൊളിയാണ്. അമ്മ അങ്ങനെ അത് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പൂവൊക്കെ കുറേ. ഹായ് ഹായ് പറഞ്ഞേ. വേണ്ട ഇത് പുതിയതായിട്ട് വാങ്ങിച്ചിരുന്നു. ഇത് പുതിയതായിട്ട് വാങ്ങിച്ച 2-3 ചെടി. എനിക്ക് പനിയാണെന്ന് തോന്നുന്നു. നമുക്ക് ഭയങ്കര തുമ്മൽ തോന്നുന്നു. ഇതേണ്ട ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടോ കണ്ടു. ഇത് മറ്റേ എന്തുവാ അമ്മ ഇതിനെന്തോ പറയുന്നേ? കൊള്ളാം. കഴിച്ച് എനിക്കറിയത്തില്ല അതിനെന്തോ പറയായിരുന്നു. പക്ഷേ ഈ ബോഗൻ വെള്ളമായിട്ട് ഇത് ഇത്ര അല്ലായിരുന്നു ഗൈസ്. ഇത് അമ്മ കുറച്ച് വെട്ടിക്കളഞ്ഞു. ഇത് ഇന്നലെ അമ്മ കുറച്ച് വെട്ടിക്കളഞ്ഞു. പിന്നെ ഇത് കണ്ടോ ഈ ബോഗൻ വില്ല. ഇത് ഇന്നലെ ഒരു ഏരിയ ഇത്രയും കവർ ചെയ്തിട്ട് നിൽപ്പുണ്ടായിരുന്നു കണ്ടോ. ഇതിൻ്റെ കുറേ എല്ലാം അമ്മ കട്ട് ചെയ്തായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു ചില്ല് മാത്രം ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഇവിടെ കൂടുതലും ചേരയൊക്കെ വരും ഗൈസ്. ചേരയൊക്കെ വന്ന് ഇവിടെ മാറി ഇരുന്നിട്ട് ഇതുവഴി കയറി വരും. ചില ദിവസമൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന കാണാം. സോ അതുകൊണ്ട് ഇത് അമ്മ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം അമ്മയുടെ കാര്യം കണ്ടിന്യൂ. ബൈ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അമ്മ ഇതേണ്ട ചുരിദാർ തയ്ച്ചു കേട്ടോ. ഇതാണ് അമ്മ ഇന്ന് തയ്ച്ചത്. നാളെ കൊടുക്കുന്ന ഡ്രസ്സ് കേട്ടോ. ഇവിടെ തയ്ച്ച് നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ട്. ഓക്കെ ഗായ്സ്, അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ. എനിക്ക് ജസ്റ്റ് തുമ്മലാണ്. എനിക്കറിയത്തില്ല, ഞാൻ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഭയങ്കര തുമ്മൽ വന്നു. ഞാൻ തുമ്മി നടക്കുന്നത്. സോ അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.